ഉർവശി എന്ന നടി എന്തുകൊണ്ട് മലയാള സിനിമയിലെ മഹാരഥന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒപ്പമോ അല്ലെങ്കിൽ മുകളിലോ ആണെന്ന് ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെടാൻ കാരണമായ സിനിമയാണ് ഉള്ളൊഴുക്ക്. ക്രിസ്റ്റോ ടോമി എന്ന ക്രിയേറ്ററുടെ ആദ്യ സിനിമയാണിത്. ഇന്നത്തെ സിനിമ ഞാൻ കണ്ട ഉള്ളൊഴുക്ക്. ആദ്യമേ തന്നെ പറയുന്നു, ഇതൊരു സ്പോയിലർ ഡിസ്കഷനാണ്. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. ഇതുവരെ ഈ സിനിമ കാണാത്തവർക്ക് അവിടെ കാണാം. അഞ്ജുവും രാജീവും പ്രണയത്തിലാണ്. എന്നാൽ മതപരമായ വ്യത്യാസങ്ങൾ കൊണ്ട് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അഞ്ജു തോമസ് കുട്ടിയെ കല്യാണം കഴിക്കുന്നു. തോമസ് കുട്ടി പതിയെ ട്യൂമറിന് അടിപ്പെടുകയും കിടപ്പിലാവുകയും ചെയ്യുന്നു. ഇതിനിടയിൽ രാജീവുമായി അഞ്ജു വീണ്ടും അടുപ്പത്തിലാകുകയും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരു നാൾ അഞ്ജു സ്വയം ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്നു. തോമസ് കുട്ടി വീഴുകയും സ്ഥിതി ഗുരുതരമായി മരിക്കുകയും ചെയ്യുന്നു. കുട്ടിയുടെ അച്ഛൻ തോമസ് കുട്ടിയാണെന്ന് കരുതിയ തോമസ് കുട്ടിയുടെ അമ്മ ലീലാമ്മയോട് അഞ്ജു രാജീവിനെ പറ്റി പറയുകയും അടക്ക് കഴിഞ്ഞാൽ രാജീവിനൊപ്പം പോകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ തുടർച്ചയായ മഴയും വെള്ളപ്പൊക്കവും കാരണം തോമസ് കുട്ടിയുടെ ശവസംസ്കാരം ദിവസങ്ങൾ നീളുന്നു. അഞ്ജുവിനെ പറ്റി ഇരു കുടുംബക്കാരും അറിയുകയും എല്ലാവരും അഞ്ജുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനിടയിൽ കല്യാണത്തിന് മുമ്പേ തോമസ് കുട്ടിക്ക് ട്യൂമർ ഉണ്ടായിരുന്ന കാര്യം മറച്ചുവെച്ചാണ് തൻ്റെ കല്യാണം നടത്തിയതെന്ന് അഞ്ജു തിരിച്ചറിയുന്നു. അതിൽ സ്വന്തം അമ്മയ്ക്ക് വരെ പങ്കുണ്ടെന്നറിഞ്ഞ അഞ്ജു തളർന്നു പോകുന്നു. കഥാന്ത്യം തോമസ് കുട്ടിയുടെ സംസ്കാരത്തിന് ശേഷം രാജീവിനൊപ്പം പോകാനൊരുങ്ങിയ അഞ്ജുവിന് രാജീവിന്റെ ഉദ്ദേശങ്ങളിൽ അതൃപ്തി വരികയും ഒടുവിൽ ലീലാമ്മയുടെ കൂടെ തന്നെ ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ലളിതമായി ഇതാണ് ഉള്ളൊഴുക്കിന്റെ കഥ എന്ന് പറയാമെങ്കിലും ഉള്ളൊഴുക്ക് മുമ്പോട്ട് വയ്ക്കുന്ന കഥയും കാര്യങ്ങളും ഇതിനപ്പുറമാണ്. പുറമേ കാണുന്നതിനപ്പുറം മനസ്സിനുള്ളിൽ മറ്റാരും കാണാത്ത, ഒരുപക്ഷെ മറ്റാരെയും കാണിക്കാൻ ഇഷ്ടപ്പെടാത്ത ഉള്ളൊഴുക്കുകൾ പേറുന്നവരാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം. രാജീവ് അഞ്ജുവിനോടുള്ള സ്നേഹത്തിനപ്പുറം തൻ്റെ ജീവിതം പച്ചപിടിക്കാത്തതിൻ്റെ അടിയൊഴുക്ക് പേറുന്നവനാണ്. ജാതിയുടെയും മതത്തിൻ്റെയും വേലികൾ കാരണം സ്വന്തം മകളുടെ ഇഷ്ടം കണ്ണടച്ചിരുട്ടാക്കിയവരാണ് അഞ്ജുവിൻ്റെ മാതാപിതാക്കൾ. പെട്ടുപോയ വൈവാഹിക ജീവിതത്തിനപ്പുറത്തേക്ക് ഇഷ്ടങ്ങൾ തേടിത്തുടങ്ങിയ അഞ്ജുവും ഉള്ളിൽ രഹസ്യങ്ങൾ കൊണ്ട് നടന്നിരുന്നല്ലോ. മകനു വന്ന ട്യൂമർ മറച്ചുപിടിച്ച ലീലാമ്മയും അതുപോലെ തന്നെ തോമസ് കുട്ടിയും മറ്റേതൊരു മനുഷ്യനെയും പോലെ ഒഴുകുന്ന ജീവിതത്തിൽ ഉള്ളൊഴുക്കുകൾ കൊണ്ടു നടക്കുന്നവരാണ്. ഏകദേശം റണ്ണിംഗ് ടൈമിൻ്റെ പകുതിയിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് ഈ പേരിട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ കഥാപാത്രത്തിൻ്റെയും ഒളിഞ്ഞിരിക്കുന്ന കഥകൾ ചുരുളഴിയുന്നിടത്താണ് ഉള്ളൊഴുക്കിൻ്റെ മനോഹാരിത വർദ്ധിക്കുന്നതും കാഴ്ച ദുഷ്കരമാകുന്നതും. തോമസ് കുട്ടിയുടെ ജീവിതത്തിൽ നിന്നുള്ള മോചനം ഒരർത്ഥത്തിൽ അഞ്ജുവിൻ്റേത് കൂടെയായിരുന്നു. തന്നെ തടവിലിട്ട ഓരോ നുണകളെയും സ്വാർത്ഥതകളെയും അഞ്ജു തിരിച്ചറിയാൻ കാരണമായത് തന്നെ തോമസ് കുട്ടിയുടെ വിയോഗമാണ്. പക്ഷേ ലീലാമ്മ എന്ന സ്ത്രീയെ മുഴുവനായി പഴിക്കുക എന്ന ലക്ഷ്യം ഇവിടെ സംവിധായകനില്ല. സ്വന്തം മകന്റെ സന്തോഷമെന്ന സ്വാർത്ഥത അവർക്കുണ്ടായിരുന്നെങ്കിൽ അതുപോലെ തന്നെ ഓരോ കാരണങ്ങളും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, വീടും പറമ്പും ത്യജിച്ചു വന്ന അഞ്ജുവിനോട് അതേറെ ആഗ്രഹിച്ചിരുന്ന രാജീവ് പറയുന്ന വാക്കുകൾ അത്രയേറെ തരം താണവയാണല്ലോ. ചിത്രത്തിൽ പലപ്പോഴും ആശ്വാസത്തിനും സമാധാനത്തിനും ലീലാമ്മയുടെ വിരലുകൾ അഞ്ജുവിൻ്റെ നേരെ നീളുന്നത് കാണാം. അഞ്ജു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായും കാണാം. എന്നാൽ ആ ക്ലൈമാക്സ് ഷോട്ടിൽ അഞ്ജു തൻ്റെ കൈ നീട്ടി ലീലാമ്മയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. ഉള്ളിൽ വിങ്ങിയതെല്ലാം അപ്പോൾ രണ്ടുപേരിൽ നിന്നും പൊട്ടിയൊഴുകുന്നുമുണ്ട്. ശരിതെറ്റുകൾക്കപ്പുറത്ത് മനുഷ്യനെ മനസ്സിലാക്കുന്ന സുന്ദരമായ ചില മുഹൂർത്തങ്ങളുണ്ട്. അത് വളരെ സുന്ദരമായി തന്നെ സിനിമയിൽ കാണിച്ചിട്ടുമുണ്ട്. തൻ്റെ മകൻ്റെ ഭാര്യയായിരുന്നിട്ടും മറ്റൊരുവിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്ന അഞ്ജുവിനെ ആദ്യം വെറുക്കുകയും പിന്നീട് മനസ്സിലാക്കുകയും ചെയ്യുന്ന ലീലാമ്മ. മറ്റാരേക്കാളും തന്നെ മനസ്സിലാക്കാൻ ലീലാമ്മയ്ക്ക് കഴിയുമെന്ന തോന്നലാകാം അഞ്ജുവിനെ ഒടുവിൽ ലീലാമ്മയുടെ അരികിലേക്ക് തന്നെ എത്തിച്ചത്. പരസ്പരം മനസ്സിലാക്കാനും താങ്ങാകാനും പെണ്ണിനെക്കാലവും പെണ്ണ് തന്നെയെന്ന് സംവിധായകൻ പറയുന്നതാകണം. സൂക്ഷ്മാഭിനയം കൊണ്ട് ഉർവശിയും പാർവതിയും മറ്റ് സഹനടീനടന്മാരും സിനിമയിൽ കാഴ്ചവെച്ച പ്രകടനത്തെപ്പറ്റി ഒരിക്കൽ പറഞ്ഞതാണ്. താൻ ഗർഭിണിയാണെന്ന് അഞ്ജു സ്വയം തിരിച്ചറിയുന്ന സീനിൽ പാർവതിയും കുഞ്ഞ് തോമസ് കുട്ടിയുടേതല്ലെന്ന് തിരിച്ചറിയുന്ന രംഗത്തിൽ ഉർവശിയും നടത്തുന്ന സൂക്ഷ്മാഭിനയ പ്രകടനങ്ങൾ
വളരെയധികം പ്രശംസനീയമാണ്. അതിഭാവുകത്തിന്റെ അതിപ്രസരമില്ലാതെ എന്നാൽ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിന്റെ പിരിമുറുക്കം കാണുന്നവരിലേക്ക് ചോർന്നു പോകാതെ പകരാൻ ഇരുവർക്കും ഗംഭീരമായി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഉർവശി അതിലൊരു പിടി മുന്നിൽ തന്നെയാണ്. ഫോക്കസ് ഔട്ടായി നിൽക്കുമ്പോൾ പോലും അപാര സ്ക്രീൻ പ്രസൻസ് തരുന്ന ഒരു അവാർഡ് വിന്നിംഗ് പ്രകടനം. ഒരു മരണവീട്ടിൽ പാലിക്കപ്പെടേണ്ട സാമാന്യ മര്യാദകളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അത്യന്തം നാടകീയമായ പല വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോഴും പതിവായി ഉണ്ടാകേണ്ട ഡ്രാമയിൽ നിന്ന് കഥാപാത്രങ്ങൾക്ക് പിൻവലിയേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും ചൂടേറിയ വാഗ്വാദങ്ങൾ നടന്നത് നിശബ്ദത കൊണ്ടും നോട്ടങ്ങൾ കൊണ്ടുമാണ്. അലൻസിയറുടെ അച്ഛൻ കഥാപാത്രത്തിന് മകളെ തല്ലാൻ ദേഷ്യമടക്കി പിടിച്ച് രാത്രി വരെ കാക്കേണ്ടി വന്നു. നാട്ടുകാർ പോയി കഴിഞ്ഞതിന് ശേഷം ഗേറ്റ് അടച്ചിട്ടാണ് അയാൾ വന്ന് അഞ്ജുവിനെ തല്ലുന്നത്. തങ്ങൾക്ക് വരുന്ന കോപത്തെയും അമർഷത്തെയും പ്രോസസ് ചെയ്യാനും വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാനും തോമസ് കുട്ടിയുടെ മരണവും തോരാത്ത മഴയും വെള്ളക്കെട്ടും മറ്റുള്ളവരെ സഹായിച്ചു എന്ന് വേണം കരുതാൻ. മഴയായും പ്രളയമായും കണ്ണീരായും ജലസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണിത്. പെയ്യുന്ന മഴയും പൊന്തിയ വെള്ളവും സിനിമയുടെ കഥാഗതി നിർണയിക്കുന്ന കഥാപാത്രങ്ങളാണ്. മഴയുടെയും വെള്ളക്കെട്ടിന്റെയും സാന്നിധ്യം ഉടനീളം ഫീൽ ചെയ്യുന്നതിൽ ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈൻ നിർവഹിക്കുന്ന പങ്ക് ചെറുതല്ല. തിരക്കഥ കൊണ്ടും അവതരണം കൊണ്ടും അഭിനയം കൊണ്ടും മികച്ചു നിൽക്കുന്ന ഉള്ളൊഴുക്കിന്റെ ആത്മാവിനെ അടുത്തറിഞ്ഞ പശ്ചാത്തല സംഗീതമാണ് സുഷിൻ ശ്യാം നൽകിയിരിക്കുന്നത്. സിനിമയുടെ വൈകാരികതയെ നമ്മളിലേക്ക് പകർന്നു നൽകുമ്പോഴും മേക്കിങ്ങിന്റെ മികവിൽ ചില രംഗങ്ങളിലെല്ലാം പശ്ചാത്തല സംഗീതം ഉണ്ടോ എന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. വേറിട്ട് നിൽക്കുന്നതല്ല, ചേർന്ന് നിൽക്കുന്നതാണ് സുഷിന്റെ ഈ സിനിമയിലെ വർക്ക്. ഷെഹനാസ് ജലാലിന്റെ സിനിമാറ്റോഗ്രാഫിയും കളർ ഗ്രേഡിങ്ങും എടുത്തു പറയണം. മരണ വീട്ടിലെ സീനുകൾക്ക് ഒരു മങ്ങലുണ്ട്. വൈകാരികമായി പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ആ വീട്ടിലെ വീർപ്പുമുട്ടലുകൾ നമ്മളിലേക്ക് കൃത്യമായി പകരാൻ അത്തരത്തിലുള്ള കളർ ഗ്രേഡിംഗ്, ലൈറ്റിംഗ് ചോയ്സുകൾ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിലാണ് ചിത്രം പകുതി ഷൂട്ട് ചെയ്തത്. ബാക്കിയുള്ള വെള്ളക്കെട്ടുകൾ കൃത്രിമമായി നിർമ്മിച്ചതാണ്. ഇത്രയും ഹാർഡ് ഹീറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. തിരക്കഥയ്ക്കൊപ്പം എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് നിന്നപ്പോൾ നമ്മൾക്ക് കിട്ടിയത് മറ്റൊരു നല്ല സിനിമ കൂടി. ഉള്ളൊഴുക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത സിനിമയുടെ വിശേഷമായി ഞാൻ വീണ്ടും വരുന്നതാണ്. കാണാം.